ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത് KWA, അതായത് കേരള വാട്ടർ അതോറിറ്റിയുടെ ബിൽ പേയ്മെന്റ് എങ്ങനെ ചെയ്യാം ഓൺലൈൻ വഴി. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഒഫീഷ്യൽ അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് KWA എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ ലിങ്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺസ്യൂമർ കോർണർ, അതുപോലെ തന്നെ ജീവൻ മിഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കൺസ്യൂമർ കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നിങ്ങൾക്ക് സർവീസ് ഡാഷ്ബോർഡിന്റെ പേ വാട്ടർ ചാർജിന്റെ ന്യൂ വാട്ടർ കണക്ഷൻ എടുക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഇവിടെ പേ വാട്ടർ ചാർജ് എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് കൺസ്യൂമർ ഐഡിയും കൺസ്യൂമർ നമ്പറും കൊടുക്കുക, അല്ല നിങ്ങൾക്ക് രജിസ്റ്റർ മൊബൈൽ നമ്പർ ഉണ്ട്. സോ ആ ഒരു നമ്പർ നിങ്ങൾ കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഫില്ല് ചെയ്തിട്ട് ഞാൻ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ പേപ്പർ ബില്ലുകൾ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെയാണെങ്കിൽ ആദ്യം കൊടുക്കാമല്ല, നമുക്ക് നോ കൊടുക്കുക, ഗ്രീൻ ബില്ലാണ് കേട്ടോ. ഓക്കെ, അപ്പം അതേന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ. ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മളുടെ എത്രയാണ് ആ എമൗണ്ട്. കൺഗ്രാജുലേഷൻ കൺസ്യൂമർ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കൊടുക്കേണ്ട ബില്ലിംഗ് നെയിം, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ്, ബില്ലിംഗ് ID, ഡേറ്റ്, അതുപോലെ തന്നെ കൺസ്യൂമർ ID നമ്പറും മീറ്റർ നമ്പറും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബില്ലിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ താഴത്തോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യേണ്ട എമൗണ്ട് അതും കാണാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു വാട്ടർ ബില്ലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടക്കാതെ കുറേ ആയി പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ പെൻഡിങ് ആകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫീസും കാര്യങ്ങളൊക്കെ ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഞങ്ങൾക്ക് 3702 രൂപയാണ് ഇവിടെ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3702 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. സിമ്പിളാണ്, നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായി കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബില്ല് ഡെസ്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഓക്കെ, ബില്ല് ഡെസ്ക് ചൂസ് ചെയ്യുക. അതിനുശേഷം താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ സമ്മറി വരെ വരുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഏകദേശം മേക്ക് പേയ്മെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള പേജ് ഇവിടെ ലോഡായി വരുന്നതായിരിക്കും. ഓക്കെ, റീഡയറക്റ്റ് ആയി വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാനും നിങ്ങൾക്ക് UPI ആപ്ലിക്കേഷൻസ് ഇല്ലേ നിങ്ങളുടെ മൊബൈലിൽ, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഇങ്ങനെ തുടങ്ങിയുള്ള ആപ്ലിക്കേഷന്. സോ നിങ്ങൾക്ക് താഴത്തെ UPI ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷോ കോഡ് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ QR കോഡ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു QR കോഡ് നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു UPI ID എൻ്റർ ചെയ്തിട്ട്, അത് നിങ്ങളുടെ ഗൂഗിൾ പേയുടെ UPI ID നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നതായിരിക്കും. ആ റിക്വസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് റെസിപ്റ്റ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ വഴി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താഴത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റ ID പ്രൊവൈഡ് ചെയ്തിട്ടോ, നിങ്ങൾക്ക് അതുവഴി നമ്മൾ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. താഴത്തുള്ള ഈ പ്രിന്റിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തന്നു എങ്ങനെയാണ് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതുപോലെ കറക്റ്റ്ലി എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.